അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, റൌഫാണ്. അപ്പോൾ ഷിഫ ഹോട്ടലിൽ വർക്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. അത് അവിടെ ഉണ്ടാക്കിയ മീൻകറിൻ്റെ റെസിപ്പി പറഞ്ഞിട്ടുണ്ട്. മീൻകറിക്ക് ആവശ്യമായ ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി, ചെറുള്ളി, പച്ചമുളക്, വലിയുള്ളി, എണ്ണ, ഉലുവ, കടുക്. അപ്പോൾ ആദ്യം നമുക്ക് നല്ലോണം എണ്ണ മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവയും കടുകും ഇടാം. നമ്മൾ 1500 ആക്കണം, 150 ഉലുവ, 150 കടുകുണ്ട്. 1500 ആക്കാം. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്നത് ഉലുവ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ചതച്ച മതി കേട്ടോ. നല്ലോണം പേസ്റ്റാണ് വെളുത്തുള്ളി ഇടുക. അത് നല്ലോണം വഴറ്റി കൊടുക്കുക. വഴറ്റിയാണ് നല്ലോണം മാറിന് ശേഷം അതിലേക്ക് ചെറുള്ളി ഇടുക. ചെറുള്ളിയും വലിയുള്ളി നല്ലോണം ഒരു ബ്രൗൺ കളർ ആവണം. ബ്രൗൺ കളർ നമ്മൾ ബിരിയാണിക്കൊക്കെ കോഴി ഉള്ളി വയ്ക്കുക. ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ഇട്ട് ഇഞ്ചി, അതേമാതിരി പച്ചമുളക്, വേപ്പിൻ്റെ ഇല ഇട്ടാണ് നല്ലോണം വഴറ്റുക. നല്ലോണം വഴറ്റിന് ശേഷം നല്ലോണം കളർ മാറി അതിൻ്റെ സ്മെല്ല് മാറി വന്നതിന് ശേഷം അതിലേക്ക് എന്താ നമ്മൾ മെയിനായിട്ട് വേണ്ടത് മീൻ കറിക്ക് തക്കാളി അരക്കണം. തക്കാളി അരച്ച് മരക്കുക. പക്ഷേ അതിന് മുമ്പായിട്ട് പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി, അതേമാതിരി മീൻ മസാല എല്ലാ സാധനം ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. നല്ലോണം ഇളക്കിയാണ്ട് ആ മസാലൻ്റെ പച്ചച്ചുവ മാറിയതിന് ശേഷം അതിലേക്ക് ആ തക്കാളി നമ്മൾ അരച്ച് വെച്ച തക്കാളിയില്ലേ, ആ തക്കാളി ആഡ് ചെയ്യുക. തക്കാളി ആഡ് ചെയ്തിട്ട് തക്കാളി കുറച്ച് വെള്ളം ഒഴിക്കുക. എത്ര തക്കാളി വെച്ച് അത്രത്തോളം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കുക. നല്ലോണം ഇളക്കിയാണ് അതൊരു 10-15 മിനിറ്റ് തിളക്കട്ടെ. അതേമാതിരി കാര്യം ശ്രദ്ധ ഇട്ടു. ആ വെള്ളത്തിൻ്റെ കൂട്ടത്തിനാക്കി കുടംപുളി ഇടണം. കുടംപുളി ഒരു 1/2 കിലോ പോലെ നമ്മൾ മാറ്റി വെച്ചിരുന്നു. അതേമാതിരി ഉപ്പിടുക, കുടംപുളി ഇടുക, നല്ലോണം തിളക്കാൻ നോക്കാം. ഒരു 10-15 മിനിറ്റ് തിളക്കട്ടെ. 10-15 മിനിറ്റ് തിളച്ചാണ് എല്ലാവരും പച്ച മാറി പോയതിന് ശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മീനിടുക. മീനിട്ടാണ്ട് ഒരൊറ്റ തിള വെച്ചാൽ മതി. കാരണം ചെറിയ കഷ്ണം മീനല്ലേ. ഏത് മീനായാലും ഒറ്റ തള തിളച്ചാണ് നേരെ ഇറക്കി വെച്ചാണ്ട് പിന്നെ ചൂട് കിടന്നാൽ വേവും. അപ്പോൾ ഇതാണ് ഷിഫ ഹോട്ടലിലെ മീൻ കറി. അതിലേക്ക് കപ്പയായിരുന്നു സൈഡ്. പിന്നെ ഉണ്ടായിരുന്നത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദോശയും ചട്നിയും സാമ്പാറും അതെങ്ങനെയുള്ള വീഡിയോ ഒന്നും പാട് വരാണ്ട് അവിടുത്തെ. നമ്മൾ ക്യാമറമാനും പിന്നെ ഒന്നും പറ്റി അറിയിട്ടില്ല, എനിക്കും വലിയ അറിയില്ല ക്യാമറനെ പറ്റി. പിന്നെ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാര്യയാണ്. മൊത്തത്തിൽ എന്താ വെച്ചാൽ എഡിറ്റിങ്ങും ക്യാമറയും കുറച്ച് പ്രശ്നം തന്നെയാണ്, എനിക്കറിയും. അപ്പോൾ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് വേണം. പിന്നെ ലൈക്ക് അടിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് നോക്കി.